കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കണക്കിലെടുക്കാതെ ലോകത്തെവിടെയും ഇനി വികസനം സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഗ്രീൻ ഹൌസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്ത ശേഷം വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം തന്റെ തലമുറയിലോ മക്കളുടെ തലമുറയിലോ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ അതിന്റെ ഭവിഷ്യത്തുകൾ പ്രളയമായും വയനാട്ടിലും മറ്റും സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തമായും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ മുന്നിൽ കാണാതെ ഒരു വികസനവും ലോകത്തെവിടെയും ഇനി സാധ്യമല്ല. Only after considering climate change, you can think about the development or the future plans. So we have to study what is happening. For example, the landslide. You have to make a map, prone area mapping. Where are the places for landslide susceptibility? What is the capacity of the soil to contain water? പരിസ്ഥിതിയും സുസ്ഥിരതയും ആദ്യമായി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ ഹാബിറ്റാറ്റ് സ്കൂളിനെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. സ്കൂൾ ഹരിതാഭമാക്കാൻ മുന്നിൽ നിന്ന ഫാമിംഗ് അധ്യാപകർ മുതൽ തോട്ടം തൊഴിലാളികൾ വരെയുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബാലാറെഡ്ഡി അമ്പാട്ടി, റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹ്യുദ്ദീൻ, MD ഡോക്ടർ അൻവർ അമീൻ, ഗ്രാൻഡ് ഗ്രീൻ ഗ്ലോബൽ മേധാവി റാഷിദ് മമ്മുഹാജി, ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് MD ഷംസുസമാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 അജ്മാൻ.